കഴിഞ്ഞ ഒരു മാസമായി ഏലം ചെടികൾ അഴുകൽ രോഗത്തിൻ്റെ പിടിയിലാണ്. ഫൈറ്റോത്തോറ എന്ന ഫംഗസാണ് രോഗകാരണം. വിളവെടുക്കാറായ ചെടികളാണ് ഏറെയും നശിക്കുന്നത്. വണ്ടൻമേട്, കുമളി, ആനവിലാസം, പാമ്പാടുംപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഏലം തോട്ടങ്ങളാണ് ഇതുമൂലം നശിക്കുന്നത്. ഒരു ഏലച്ചെടിയുടെ ആയുസ് 15 വർഷമാണ്. ഒരു ചെടിയിൽ നിന്നും 5 കിലോ വരെ പച്ചക്കായ്കൾ ലഭിക്കും. ഇവ ഉണങ്ങിയാൽ 1 കിലോ ഏലക്കായ ലഭിക്കും. പച്ചക്കായ്കൾ വിളവെടുപ്പിന് തയ്യാറാകുന്ന സമയത്ത് വന്ന അഴുകൽ രോഗം കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഏലം മേഖല മൊത്തം അഴുകലിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ ഏലകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്പൈസസ് ബോർഡ് രോഗത്തിനെ പ്രതിരോധിക്കുവാനായുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നില്ല. കെമോക്സിലിനും മഞ്ഞളും കുമ്മായവും കലർത്തിയ മിശ്രിതമാണ് കർഷകർ അഴുകൽ രോഗം തടയാൻ പ്രയോഗിക്കുന്നത്. അഴുകൽ രോഗം ഉൽപ്പാദനത്തിൽ 40% വരെ കുറവുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഏലത്തിൻ്റെ ഗവേഷണം, വികസനം, കയറ്റുമതി തുടങ്ങിയവയിൽ ചുമതലയുള്ള സ്പൈസ് ബോർഡ് ഇത്ര വലിയ പ്രതിസന്ധിയിൽ വേണ്ട സഹായം നൽകിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. മീഡിയ 1 ഇടുക്കി.